അമീബയുണ്ട് സൂക്ഷിച്ചോ ലൈവത്തോൺ തുടരുകയാണ്. ഡോക്ടർ നന്ദകുമാർ, ഡോക്ടർ NM അരുൺ എന്നിവർ അതിഥികളായി തുടരുന്നുണ്ട്. ഡോക്ടർ നന്ദകുമാറിലേക്ക്. ഡോക്ടർ, ഇവിടെ വെള്ളത്തിലൂടെയാണ് അമീബ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് എന്നത് വ്യക്തമാണ്. പക്ഷെ നമുക്ക് വെള്ളത്തെ ഒഴിവാക്കാൻ കഴിയില്ല. ഡെയിലി കുളിക്കാതെയോ മുഖം കഴുകാതെയോ ഒന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പോലും കഴിയില്ല. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്റെ വീട്ടിലെ കിണറ്റിലുണ്ടാകാം, ടാങ്കിലുണ്ടാകാം. അതെന്റെ ശരീരത്തിൽ വരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടുമുള്ള ജലാശയങ്ങളിലുള്ള അമീബ നമ്മുടെ ശരീരത്തിൽ വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. അതിൽ പ്രധാനപ്പെട്ട ഈ ജലാശയങ്ങൾ കുറച്ചൊന്ന് സംരക്ഷിതമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. വേണ്ടത്ര ക്ലോറിനേഷൻ ചെയ്യുക. അത് വേണമെങ്കിൽ വാട്ടർ ടെസ്റ്റിംഗ് ചെയ്യാം. വാട്ടർ ടെസ്റ്റിംഗ് ലാബറട്ടറി കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. അവിടെ ഫ്രീ ലിവിങ് അമീബ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഈ ഫ്രീ ലിവിങ് അമീബ ഉണ്ടെങ്കിൽ മാത്രമാണ് റിസ്ക്. അത് തന്നെ ഒരു ഓപ്പർച്യൂണിസ്റ്റിക് പാത്തോജൻ എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒന്നും ചെയ്യത്തില്ല. ചില സാഹചര്യങ്ങൾ അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ ടെമ്പറേച്ചർ കൂടിയ വെള്ളം ഉണ്ടാകുമ്പോഴത്തേക്കും ഒക്കെയാണ് അത് പ്രശ്നം ഉണ്ടാക്കുക. അല്ലാതെ പ്രശ്നം ഉണ്ടാകത്തില്ല. നേരത്തെ പറഞ്ഞ നമുക്ക് നൈഗ്ലേറിയ ഫോളേറിയ എന്ന് പറയുന്നതാണെങ്കിൽ അത് നമ്മൾ മൂക്കിലേക്ക് വെള്ളം വലിച്ചു കയറ്റിയാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പെരുമാറ്റ രീതി നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അതൊരു പ്രൊട്ടക്ഷനാണ്. മറ്റൊന്നുള്ളത് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകും ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് അസുഖങ്ങൾ നമ്മൾ ഏറ്റവും ചെറിയ അസുഖമായ പോലും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. കാരണം ഇപ്പോൾ കേരളത്തിൽ നമ്മൾ എല്ലാവരും അവെയറാണ്. മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ പബ്ലിക് ഹെൽത്തും പഞ്ചായത്തുകളിലെ പല അതോറിറ്റീസ് ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടി ചേർന്ന് യോജിച്ച ഒരു തീരുമാനം, ഒരു പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. പഠനങ്ങൾ നടത്തണം. എവിടെയെങ്കിലും ഇമാതിരിയുള്ള ഫീവർ, ലെതാർജി, ഇമാതിരിയുള്ള വോമിറ്റിംഗ് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും അത് പരിശോധിക്കുകയും അതിനെ പിന്തുടർന്ന് മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മറ്റൊരു ഘടകമാണ്. ഇനി ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഈ നേരത്തെ ഡോക്ടർ പുരുഷോത്തമൻ പറഞ്ഞ മാതിരി ക്ലോറിനേഷൻ കൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ക്ലോറിനേറ്റ് ചെയ്യാൻ പറ്റുന്ന മേഖലകളിലൊക്കെ ക്ലോറിനേറ്റ് ചെയ്യാം എന്നുള്ളത് അതും പ്രധാനപ്പെട്ട വിഷയമാണ്. അത് എത്ര ഒരു ഇടവേളയിലായിരിക്കണം ഡോക്ടർ ചെയ്യേണ്ടത്? ഒരു മാസം, 2 ആഴ്ച, അങ്ങനെയാണോ? എങ്ങനെയാണ് ഒന്ന് പറയാമോ? അല്ല, രണ്ടാഴ്ചയെങ്കിലും വേണം. 2 ആഴ്ചയെങ്കിലും വേണം. ക്ലോറിനേഷൻ അത്രയ്ക്കധികം പെർമനൻ്റ് ആയിട്ടുള്ള ഗുണമൊന്നും ഉണ്ടാകത്തില്ല. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ക്ലോറിനേഷൻ്റെ ഇഫക്റ്റ് പോകും. ക്ലോറിൻ തന്നെ അന്തരീക്ഷമായിട്ട് പ്രവർത്തിച്ചിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും. അപ്പോൾ തിരിച്ച് വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കണം. ക്ലോറിനേഷൻ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചൊന്ന് ഡീസെൻട്രലൈസ് ചെയ്യണം. അത് വ്യക്തികളിലേക്ക് അവർ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും അവർ എൻ്റെ ചുറ്റുമുള്ള കിണറോ നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യാമല്ലോ, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് അത് മാറണം. ഇത് കൂടാതെ 2024 കേരള സർക്കാർ ഒരു ഗൈഡ് ലൈൻ, ടെക്നിക്കൽ ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഡോക്യുമെൻ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 10-20 പേജുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻറ്റിൻ്റെ പരിഭാഷ, അത് ഇംഗ്ലീഷിലാണ് പരിഭാഷ വന്നതാണ്. ചിലപ്പോൾ അതിൻ്റെ മലയാള പരിഭാഷ എടുത്തിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വർക്കിംഗ് ഒരു പ്രവർത്തന സഹായി എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ സിമ്പിളർ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ട് അത് വിതരണം ചെയ്യണം. അത് എല്ലാ ഇതിലും കൂടെ ചെയ്യാം. അതിൻ്റെ അകത്ത് അതിൻ്റെ ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. എന്താണ് അമീബ എന്നും അതെങ്ങനെ നമുക്ക് തടയാവുന്നു, എങ്ങനെയാണ് ശരീരത്തിൽ കയറുന്നതെന്നും ഒക്കെ പറഞ്ഞു. അതൊക്കെ ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാണ്. നൈഗ്ലേറിയ ഫോളേറിയ എന്നുള്ളത് മൂക്കിൽ കൂടെ മാത്രമേ കയറുള്ളൂ. മറ്റുള്ളതൊക്കെയാണെങ്കിൽ തുറന്ന വ്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പൊട്ടലുണ്ടെങ്കിലും ഒക്കെ കയറാം, ശ്വാസകോശത്തിൽ കയറാം, അങ്ങനെയൊക്കെ അത് പ്രവർത്തിക്കാം. അത് കുറച്ചുകൂടെ പതുക്കെ ക്രോണിക് ആയിട്ടുള്ള എൻകഫലൈറ്റിസ് ഉണ്ടാകുന്നതാണ്, ഗ്രാനുലോമാറ്റസ് എൻകഫലൈറ്റിസ് ഉണ്ടാക്കുന്നതാണ്. അത് ഇത്ര തന്നെ തീക്ഷ്ണമല്ല, അത് മറ്റൊരു വിഷയം. എന്നാലും ഇതെല്ലാം തന്നെ നമുക്ക് തടയാനായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അതായത് എംപവർ യുവർ സെൽഫ് എന്നുള്ള ഒരു പോളിസിയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോഴത്തേക്ക്. പക്ഷേ നേരത്തെ ഡോക്ടർ അരുണാണെന്ന് തോന്നുന്നു പറഞ്ഞത് നല്ലൊരു സജഷനാണ്. അന്താരാഷ്ട്ര ഏജൻസികളുമായിട്ടൊക്കെ കൂട്ടിയിരുന്ന് WHO ICMR ചേർന്നിട്ട്, കാരണം അതിനകത്ത് അവരൊക്കെ വന്ന് ഇടപെടേണ്ട മേഖലകൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ കണ്ടുവരികയാണ്. തീർച്ചയായിട്ടും അതും കൂടെ ചേർത്ത് വേണം കാണാനായിട്ട്. ഡോക്ടർ അരുണിലേക്ക്. ഡോക്ടർ, ഇപ്പോൾ നിലവിലിപ്പോൾ ഉള്ള നമ്മുടെ സംവിധാനങ്ങൾ പ്രകാരം കൃത്യമായ ഒരു ചികിത്സാ പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണോ ആശുപത്രികളിൽ ഇതിനെതിരായ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നത്? അല്ല, ചികിത്സാ പ്രോട്ടോകോൾ വീണ്ടും ഞാൻ പറയുന്നു, നമ്മളിപ്പോൾ എല്ലാം ചെയ്യുന്നത് പഴയ കണക്ക് വെച്ചിട്ടാണ്. 2023 മുമ്പിലുള്ള ലോകത്തിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ മരുന്നുകളെല്ലാം കൊടുക്കുന്നത്. അതിപ്പോൾ വിജയകരവുമാണ്. സത്യം പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലേക്കാട്ടിലും മെച്ചപ്പെട്ട റിസൾട്ടാണ് ഇത്തവണ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അത് നല്ല കാര്യമാണ്. പക്ഷെ അത് എന്തുകൊണ്ട് നമുക്കിപ്പോഴും അറിയില്ല. എന്തുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിൽ 96-97% മരണനിരക്ക് ഉണ്ടാകുമ്പോൾ ഇവിടെ അത്ര ഇല്ലാത്തത്? അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, അതിൽ ഇപ്പോൾ നടക്കുന്ന ചികിത്സാ രീതിയിലൊന്നും പ്രശ്നങ്ങളില്ല. ചികിത്സകളൊക്കെ അതേമാതിരി പോട്ടെ.
പക്ഷേ അതിൻ്റെ പഠനങ്ങളാണ് കൂടുതൽ വേണ്ടത്, നടക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഏതൊക്കെ മരുന്നുകളാണ് ഏതൊക്കെ രീതിയിൽ കൊടുത്താലാണ് മാക്സിമം ഗുണം കിട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇത്രയധികം കേസുകൾ, ഇപ്പോൾ നമുക്ക് ഒരുപാട് കേസുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ കേസുകൾ ലോകത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ. ഇതിൽ ഞാൻ പറയുന്നത് ഡോക്ടർമാർക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുക പഠനങ്ങൾക്ക് വേണ്ടിയിട്ട്. പലപ്പോഴും ഗവൺമെൻറ് സെറ്റപ്പിലെല്ലാം, പ്രൈവറ്റിൽ പ്രശ്നമില്ല, പക്ഷേ ഗവൺമെൻറ് സെറ്റപ്പിൽ ഡോക്ടർമാർക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുന്നില്ല പഠനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പലപ്പോഴും ഇതുപോലെയുള്ള എന്താ പറയുക, ഒരു മാധ്യമശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു അസുഖമാകുമ്പോൾ തന്നെ ഡോക്ടർമാരോട് പലപ്പോഴും ഇതിൻ്റെ പഠനങ്ങളൊക്കെ ഞങ്ങൾ സർക്കാർ നടത്തിക്കോളാം, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ടൊന്നും ചെയ്യേണ്ട എന്നുള്ള രീതിയിലേക്ക് നിർദ്ദേശങ്ങളൊക്കെ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലല്ലാതെ ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തിട്ട് ഈ ഏതൊക്കെ കേസുകളിൽ ഏതൊക്കെ മരുന്നുകൾക്കാണ് ഏതൊക്കെ ഗുണം കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി, ഇഷ്ടംപോലെ പേപ്പറുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പബ്ലിഷ് ചെയ്യുകയും അങ്ങനെ ഇത് ലോകത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാവുകയും വേണം. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ട്രീറ്റ്മെൻറ്റ് സത്യത്തിൽ ഇതുവരെയുള്ള നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മോശമാണ്. അതാണ് മോർട്ടാലിറ്റി 95-ന്റെ മുകളിലാണെന്ന് പറയുന്നത്. എന്നാൽ ഇക്കൊല്ലം മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം മുതലുള്ള നമ്മുടെ റെക്കോർഡ് ബെറ്ററാണ്, വളരെ മെച്ചപ്പെട്ടാണ്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂളിലൊന്ന് തുടരുക തന്നെയാണ് വേണ്ടത്, അതിലൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൽ തന്നെ ഏതൊക്കെ മരുന്നുകൾക്കാണ് ഏറ്റവും ഗുണം കിട്ടുന്നതെന്ന് നോക്കി നമ്മളിപ്പോൾ പലതരം മരുന്നുകൾ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള മരുന്നുകളുടെ ടോക്സിസിറ്റി, മരുന്നുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ രോഗികൾക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ പലപ്പോഴും ഈ അസുഖങ്ങൾ ഇപ്പോൾ മുതിർന്നവരിൽ വരുന്നത് മറ്റ് പല അസുഖങ്ങളല്ല, കോമോർബിഡിറ്റീസുള്ള ആളുകൾക്കാണ്. ഇപ്പോൾ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ക്യാൻസർ അതുപോലെയുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് ഈ എല്ലാ മരുന്നും കൂടി കൊടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോഴുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, കേസുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയധികം കേസുകൾ ഇത്ര ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ വന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നു എന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. അതുപോലെ തന്നെ ചികിത്സിച്ച് പലരെയും ഭേദമാക്കാൻ കഴിയുന്നുണ്ട് എന്നതും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്.